ന്യൂസ് 16 കേരള. 20 ഇസ്രായേൽ ബന്ദികൾക്ക് പകരം 2000 പലസ്തീനുകളെ മോചിപ്പിക്കും. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലേക്ക്. 20 ഇസ്രായേൽ ബന്ദികൾക്ക് പകരം 2000 പലസ്തീനുകളെ മോചിപ്പിക്കും. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലേക്ക്. USA, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ നടന്ന ചർച്ചകളാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ. കരാറിന്റെ ആദ്യഘട്ടമായി ഇസ്രായേലും ഹമാസും തടവുകാരെ കൈമാറും. ഗാസയിൽ ഹമാസിന്റെ പക്കൽ ജീവനോടെയുള്ള 20 ഇസ്രായേലി ബന്ദികൾക്ക് പകരം ഇസ്രായേലിലെ ജയിലിൽ കഴിയുന്ന 2000 പലസ്തീൻ തടവുകാരെ കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ. കരാർ സാധ്യമായി 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ ഇരുകൂട്ടരും കൈമാറണമെന്നാണ് ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം. ഗാസയിലെ സൈനിക നീക്കം അവസാനിപ്പിക്കുക, ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ തുടങ്ങിയ വ്യവസ്ഥകളും കരാറിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജെറുസലേം സമയം ഉച്ചക്ക് 2 മണി, ഇന്ത്യൻ സമയം വൈകിട്ട് 4 തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ധാരണയിലെത്തിയതായി അറിയിച്ചത്. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു പ്രഖ്യാപനം. എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കുമെന്നും ഇസ്രായേൽ അവരുടെ സൈനികരെ പിൻവലിക്കുമെന്നും ട്രംപ് അറിയിച്ചു. വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വ്യവസ്ഥകളും ഇവയുടെ നടപ്പാക്കൽ രീതിയും എന്നിവയിൽ ധാരണയിലെത്തിയതായി പ്രധാന മധ്യസ്ഥനായ ഖത്തറും അറിയിച്ചു. ഇസ്രായേലിന് മഹത്തായ ദിനം എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരാറിനെ വിശേഷിപ്പിച്ചത്. കരാറിന് അംഗീകാരം നൽകുന്നതിനായി വ്യാഴാഴ്ച സർക്കാരിന്റെ അടിയന്തര യോഗവും നെതന്യാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.